രാഹുൽ, കഴിഞ്ഞ മാസങ്ങളിൽ കോടികൾ ചെലവിട്ട് നടത്തിയ ഒരു പ്രഖ്യാപനമായിരുന്നു അതിദാരിദ്ര്യ പ്രഖ്യാപനം. ആദ്യം പ്രഖ്യാപിക്കുന്നു, അതിനുശേഷം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അങ്ങനെ വലിയൊരു ദൂർത്ത് നടന്നൊരു സംഭവമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതായത് നമ്മുടെ കേരളത്തിൽ അതിദരിദ്രർ ഇല്ല എന്നുള്ളത്. ഈ കാണുന്ന വീഡിയോ ഇത് കൽപ്പറ്റയിലെ LDF ചെയർപേഴ്സണായ വ്യക്തിയുടെ വീടാണ്. അപ്പോൾ ഇതിൽ കുറെ നൂലാമാലകളുണ്ട്. കാരണം ആദ്യം തന്നെ ഇദ്ദേഹത്തെ ഒരു ചെയർപേഴ്സൺ ആക്കി എന്ന തരത്തിൽ വലിയ നവോത്ഥാനം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അതിന്റെ സത്യാവസ്ഥകളെല്ലാം പുറത്തു വന്നു. ഇപ്പോൾ ഈ വീടിന്റെ അവസ്ഥ ഇതാണ്. ലൈഫ് മിഷൻ പദ്ധതി വഴി ഒരുപാട് വീട് കൊടുത്തു, ഒരുപാട് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ കാണണമെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനകത്ത് നമുക്ക് നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് പണിയ വിഭാഗത്തു നിന്നുള്ള ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അവര് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെല്ലാം എല്ലാ ഹാൻഡിലുകളിലും സൈബർ ഹാൻഡിലുകളിൽ സഖാക്കന്മാരുടെ ഫേസ്ബുക്ക് പോസ്റ്റും വാട്സപ്പ് സ്റ്റാറ്റസും എല്ലാം ആദ്യമായി കേരളത്തിൽ ഒരു മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് CPM ഇതാ പുതിയൊരാളെ അവതരിപ്പിക്കുന്നു. പണിക്ക് വിഭാഗത്തിലെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് CPM കൂട്ടിഘോഷിക്കുകയായിരുന്നു. അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ അതൊരു സംഭരണ വാർഡായിരുന്നു. സംഭരണ വാർഡിലല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഒഴിഞ്ഞു മാറി കൊടുക്കാറുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. അത് CPM മാത്രമല്ല, ഏത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും സംവരണ സീറ്റിലല്ലാതെ വേറെ ഏതെങ്കിലും സീറ്റിൽ അവർ മാറിക്കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അതെ, അതുപോലെ തന്നെ ഈ സംവരണ സീറ്റിൽ മേന്മ പറയാൻ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതിപ്പോ BJP ആയാലും കോൺഗ്രസ് ആയാലും വേറെ ഏതൊരു പാർട്ടിയാണ് അവിടെ ജയിച്ചതെങ്കിൽ പോലും അവിടെ ഒരു ST വിഭാഗത്തിൽപ്പെട്ട ആളെ മാത്രമേ ചെയർപേഴ്സൺ ആക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ ചെയർപേഴ്സൺ ആക്കിയതും. അത് ഒരു നവോത്ഥാന. അത് മാത്രമല്ല, CPM ഉദ്ദേശിച്ച് വെച്ചിരുന്ന മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹം തോറ്റതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ വിജയിപ്പിച്ചത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ പ്രസിഡന്റ് ആക്കിയത് എന്നുള്ള ചില ഊഹാപോഹങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാലും ഇത്തരത്തിൽ കൊട്ടിഘോഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ശരി നിങ്ങൾ കൊട്ടിഘോഷിച്ചോളൂ, എന്നാൽ അദ്ദേഹത്തിന് ഒരു വീട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? CPM ഇത്രയും ആർജവത്തോടെ പറയുകയാണ്, ഞങ്ങൾ പണിക്ക് വിഭാഗത്തിൽ നിന്ന് ആദ്യത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാക്കിയെടുത്തു. ആ പഞ്ചായത്ത് പ്രസിഡന്റ് വീട് നിങ്ങൾ നോക്കൂ. ഇത്രയും കാലം CPM ലൈഫ് പദ്ധതി വഴി വീട് കൊടുത്തു, അല്ലെങ്കിൽ അതിദരിദ്രരില്ല എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ ചുറ്റുപാടും ഒന്ന് നോക്കൂ. എന്നിട്ട് നിങ്ങൾ പറയൂ, നിങ്ങളുടെ മുഖത്തോട് നോക്കിയിട്ട്, നിങ്ങളുടെ സഖാക്കളെ നോക്കിയിട്ട് പറയൂ, സ്വന്തം സഖാക്കൾക്ക് ഒരു വീട് കൊടുക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു വീടും മാന്യമായി കഴിക്കാൻ ഭക്ഷണവും ഇല്ലാതെ കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ സർക്കാരിന്റെ മുഖം മിനുക്കാൻ വേണ്ടി ഒരു അതിദരിദ്രർ കേരളത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ കേരളത്തിന്റെ അവസ്ഥ ഇതാണ്. നമ്മൾ കണ്ടിരുന്നു, അതിന് മാസങ്ങൾ മുൻപാണ് 64,000 കുടുംബങ്ങൾ ഇത്തരത്തിൽ അതിദരിദ്രരാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഇത്തരം ചെയ്തികൾ ചെയ്യുമ്പോൾ അപ്പോൾ സർക്കാരിന്റെ മുഖം മിനുങ്ങുന്നുണ്ട് എങ്കിൽ പോലും പൊതുജനത്തിന്റെ അവസ്ഥ താഴോട്ടാണ് പോകുന്നത്. അല്ല, ഇതിനകത്തൊരു ട്വിസ്റ്റ് ഞാൻ പറയട്ടെ. ഇത് ഒരു വർഷം മുമ്പിട്ടാണ് അല്ലെങ്കിൽ 2 വർഷം മുമ്പിട്ടാണ് ഈ കണക്കെടുക്കുന്നത്. കേരളത്തിൽ എത്ര അതിദരിദ്രരുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കണക്കെടുക്കുന്നത് 1-2 കൊല്ലം മുമ്പിട്ടാണ്. ഈ 2 കൊല്ലം മുമ്പിട്ടെടുത്ത കണക്കില് അന്ന് അതിദരിദ്രരായിരുന്നവരുടെ കണക്ക് മാത്രമേ ഉള്ളൂ. അന്ന് ദരിദ്രരായിരുന്നവരെല്ലാം ഇന്ന് അതിദരിദ്രരായിട്ട് മാറിയിട്ടുണ്ട്. അത് സർക്കാർ കാണാതെ പോകരുത്. കാരണം സർക്കാരിന്റെ ഭരണ നേട്ടം കൊണ്ടാണ് 1 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 2 കൊല്ലം കൊണ്ട് ദരിദ്രരായിരുന്ന ആളുകൾ ഇപ്പോൾ അതിദരിദ്രരായിട്ട് മാറിയിട്ടുള്ളത്. അത് സർക്കാരിന്റെ ഭരണ മികവിൽ പറ്റിയൊരു അത്ഭുത പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തെയെങ്കിലും സർക്കാർ നോക്കിക്കാണണം. അതുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോഴും സർക്കാരിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ അതിദരിദ്രരിൽ ഒരാൾ ഇവിടെ ഉണ്ട്. ഓരോ ആളുകളുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളും നോക്കിയാൽ മതി, അല്ലെങ്കിൽ ആളുകളോടൊന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും അതിദരിദ്രരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോ ആളുകളെയും ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം പോകുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അതിദരിദ്രരുടെ പട്ടിക എങ്ങനെയാണ് സർക്കാർ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തമായി വീടില്ലാത്ത, സ്വന്തമായി ആഹാരം കഴിച്ച് വെക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ മറ്റൊരാൾ വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ 2 പേരും ജോലിക്ക് പോകാത്ത സാഹചര്യം. അതായത് ഒരാൾ കിടപ്പിലാണെങ്കിൽ ഒരാൾ കൂടെ ശുശ്രൂഷിക്കാൻ വേണം. അപ്പൊ അവർക്ക് 2 പേർക്കും ജോലിക്ക് പോകാൻ കഴിയും. അങ്ങനെയുള്ള സാഹചര്യം. പിന്നീട് സർക്കാരിന്റെ ഒരു ആനുകൂല്യങ്ങളും പറ്റാത്ത ആളുകൾ. ഇപ്പോ
എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം തൊട്ട് ഒരുപാട് പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെല്ലാം ഇത്തരത്തിലുള്ള ആളുകൾക്ക് പൈസകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പൊ ശ്രുതിലയം പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ച ആളുകൾക്കുള്ള പദ്ധതിയുണ്ട്. ഇതെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം തൊട്ടുള്ള പദ്ധതികളാണ്. ഈ പദ്ധതികളിൽ നിന്നും പൈസ വാങ്ങിക്കുന്ന ആളുകൾക്കൊന്നും ഈ അതിദരിദ്രരിലേക്ക് കടന്നു വരാൻ കഴിയില്ല. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം തുച്ഛമായ ഒരു വരുമാനമാണ്. അതെ, 2000 രൂപ 3000 രൂപ കിട്ടുന്നതാണ്. ഒരു വീട്ടിലൊരു അത്യാവശ്യം 3 നേരം ഭക്ഷണം പോട്ടെ, 2 നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ പൈസ തികയില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവർക്ക് വീട് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വീടിന് വാടക കൊടുക്കണമെങ്കിൽ പോലും 800-1000 രൂപ കൊടുക്കുന്ന സാഹചര്യം. അതായത് ചെറിയൊരു ചെറ്റക്കുടിലായിരിക്കും, ഒരു ചെറ്റക്കുടിൽ എന്ന് പറയാൻ പാടില്ല, ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിലായിരിക്കും അവർ ജീവിക്കുന്നത്. അവിടെ അവര് ഏതെങ്കിലും നന്മയുള്ള ഒരു മനുഷ്യനായിരിക്കും ആ വീട് കൊടുത്തത്. ചിലപ്പോൾ ആ വീടിന്റെ വാടക കൊടുത്തിട്ടില്ലായിരിക്കും. ചിലപ്പം 200-300 രൂപയായിരിക്കും ആ വാടക, തുച്ഛമായിട്ടുള്ള വാടകയായിരിക്കും. പക്ഷെ അതുപോലും കൊടുക്കാനുള്ള സാഹചര്യമില്ലാത്ത മനുഷ്യർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരെ ഇപ്പോഴും അതിദരിദ്രരുടെ പട്ടികയിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വീടും അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. CPM-ന് ഒരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നാട്ടിലുള്ള എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുന്നുണ്ട് CPM കൊട്ടിഘോഷിക്കുന്നുണ്ട്. ഞങ്ങൾ അവർക്ക് വീട് വെച്ച് കൊടുത്തു, ഇവർക്ക് വീട് വെച്ച് കൊടുത്തു, ഞങ്ങൾ ഇനി ചെയർപേഴ്സൺ ആക്കിയെന്ന് വരെ കൊട്ടിഘോഷിക്കുന്നു. എന്നിട്ട് CPM-ന് ഒരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി വീട് വെച്ച് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് CPM വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ദാണ്ട് വീട് വെച്ച് കൊടുക്കുന്നു, വേലായുധൻ ചേട്ടന് വീടാകുന്നു എന്ന്. എനിക്ക് തോന്നുന്നു ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ന്യൂസ് വാല്യൂ ഉള്ള ആൾക്കാർക്ക് വീട് കിട്ടും. അപ്പൊ ഉടനടി തന്നെ ഇദ്ദേഹത്തിനും വീട്, അദ്ദേഹത്തിന്റെ പേര് വിശ്വനാഥൻ എന്നാണ്, അദ്ദേഹത്തിന് വീട് എന്നുള്ളൊരു സ്വപ്നം ഇനി യാഥാർത്ഥ്യമാകുമായിരിക്കും. അടുത്ത ആഴ്ചത്തെ സൈബർ വിങ്ങിനെ ആഘോഷിക്കാനുള്ള ഒരു നന്മക്കഥയാകും ഇത്. അല്ല, അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ആ നാട്ടിൽ കിടക്കുന്ന മനുഷ്യരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പം അതുപോലും കൃത്യമായി കണക്കാക്കി തന്റെ സഖാക്കൾക്ക്, തന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ ആദ്യമേ സഹായിക്കേ. CPM-നെ സംബന്ധിച്ച് CPM ഇപ്പോൾ എല്ലാ കാലത്തും സഹായിക്കുന്നത് പാർട്ടി കുടുംബങ്ങളെ മാത്രമാണ്, പാർട്ടി വോട്ടുകളെ മാത്രമാണ്. നമ്മൾ ഇനി എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നമ്മൾ ഗ്രാമസഭകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും 10 വീടായിരിക്കും വിൽക്കാൻ അനുമതി കൊടുക്കുന്നത്. ആ 10 വീടിൽ 9 എണ്ണവും CPM-ന്റെ ആനുകൂല്യം പറ്റുന്ന ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെയാണ് CPM എല്ലാ കാലത്തും ഇതാക്കിയിട്ടുള്ളത്. CPM-ന്റെ ജോലി ഇല്ലാത്ത ഒരു കുടുംബം പോലും, അതായത് CPM-ന്റെ പാർട്ടി കുടുംബങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരാൾക്കൊരു ജോലി കാണും, വീട്ടിൽ ഒരാൾക്കൊരു ജോലി. അതാണ് CPM-ന്റെ ഉദ്ദേശം. അങ്ങനെയാണ് CPM മുന്നോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും മോശമായ അവസ്ഥയിൽ കിടക്കുന്ന തന്റെ സഖാക്കൾക്കൊരു വീട് വെച്ചു കൊടുക്കാൻ, അവിടുത്തെ സഖാക്കൾക്കോ അല്ലെങ്കിൽ സഖാവ് പിണറായി വിജയനെങ്കിലും ഇതൊന്നു കണ്ടുകൊണ്ട് തന്റെ സഖാവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ.